പ്രിയപ്പെട്ടവരെ, പ്രവാസ ലോകം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിട്ടുള്ളത് കേരള പ്രവാസി സംഘത്തിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ ബാദുഷ കടലുണ്ടിയാണ്. അദ്ദേഹത്തെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. തളിപ്പറമ്പ് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള യൂട്യൂബ് ചാനലിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടന പരിപാടിയാണ് ഇന്ന് ഇവിടെ വെച്ച് നടക്കുന്നത്. അതിൻ്റെ കൂടെ ഉള്ളത് നോർക്ക ഡയറക്ടറും കേരള പ്രവാസി സംഘത്തിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള ശ്രീ ബാദുഷ കടലുണ്ടിയാണ്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്രവാസികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങളിൽ കുറെ കൂടി വ്യക്തത വരുത്തുക എന്നുള്ളതാണ് ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒപ്പം കേരളത്തിൽ പ്രവാസികൾക്ക് വേണ്ടി കേരള പ്രവാസി സംഘം നടത്തുന്ന പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് ഉള്ള കാര്യങ്ങൾ കൂടി ഇതിനകത്ത് വിശദീകരിക്കപ്പെടും എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എനിക്കൊന്ന് ചോദിക്കാനുള്ളത്, സംഘടന കേരളത്തിനകത്ത് പ്രവാസികൾക്ക് വേണ്ടി രൂപീകരിക്കുമ്പോൾ അങ്ങനെ രൂപീകരിക്കുന്നതിന് വേണ്ടി പ്രചോദനമായിട്ടുള്ള കാര്യം എന്താണ് എന്നുള്ളതാണ്. കേരള പ്രവാസി സംഘം 2002 ഒക്ടോബർ മാസം 19-നാണ് കോഴിക്കോട്ട് വെച്ച് രൂപം കൊണ്ടത്. കേരള പ്രവാസി സംഘം എന്ന സംഘടന രൂപീകരിക്കാനുണ്ടായിട്ടുള്ള അടിസ്ഥാനപരമായ കാരണം ലോകത്തിൻ്റെ നാനാഭാഗത്തേക്ക് ചേക്കേറിയിട്ടുള്ള മലയാളികളുടെ പ്രവാസികളുടെ നിരവധിയായ വിഷയങ്ങൾ അരാഷ്ട്രീയ സംഘടനകളായിരുന്നു കൈകാര്യം ചെയ്തത്. വലിയ രീതിയിലുള്ള ചൂഷണങ്ങൾക്കാണ് പ്രവാസികൾ അതിൻ്റെ ഭാഗമായിട്ട് ഇരയായത്. അത് സംഘടനയുടെ ഐഡൻറ്റിറ്റി കാർഡായാലും മറ്റു പല രീതിയിലും പ്രവാസികളെ ചൂഷണം ചെയ്യുന്ന വിവിധ സംഘടനകളുടെ ഒരു കേന്ദ്രമായി നമ്മുടെ കേരളത്തിലെ പല ഭാഗങ്ങളും മാറിയ ഒരു കാലത്താണ് പ്രവാസികളുടെ ക്ഷേമം മുൻനിർത്തിക്കൊണ്ട് പ്രവാസികൾ അതുവരെ കേട്ടുകൾ പോലും ഇല്ലാത്ത പ്രവാസി താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു സംഘടന കോഴിക്കോട്ട് പിറന്നു വന്നത്. ആ സംഘടന ആ കോഴിക്കോട് നടന്നിട്ടുള്ള ആദ്യ സമ്മേളനത്തിൽ തന്നെ അന്ന് ആ യോഗത്തിൽ പങ്കെടുത്ത ഏതാണ്ട് 2000-ഓളം വരുന്ന പ്രവാസികളെ സാക്ഷി നിർത്തിക്കൊണ്ട് പ്രഖ്യാപിച്ച ഒരു പ്രമേയം ഉണ്ടായിരുന്നു. പ്രവാസികൾക്ക് ക്ഷേമനിധിയും പെൻഷനും പ്രഖ്യാപിക്കും എന്ന്. ആ പ്രഖ്യാപനം ആ പ്രമേയത്തിലൂടെ നടത്തിയപ്പോൾ അന്ന് ഉണ്ടായിരുന്ന രാഷ്ട്രീയ നേതൃത്വങ്ങളെ പോലും അതിനെ അമ്പരപ്പോടും പരിഹാസത്തോടെയും ഒക്കെ വീക്ഷിച്ചവരുണ്ടായിരുന്നു. നടക്കാത്ത ഒരു പ്രഖ്യാപനമാണല്ലോ ഈ സമ്മേളനത്തിൽ നടത്തിയത് എന്നാണ്. പക്ഷേ ആ സംഘടന നിരന്തരമായി നടത്തിയ പ്രവർത്തനം പ്രവാസികളെ സഹായിക്കണമെന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ താല്പര്യവും ഒത്തുവന്നപ്പോൾ 2009 ഇന്ത്യക്ക് മാതൃകയായിട്ട് ലോകത്തിന് മാതൃകയായിക്കൊണ്ട് പ്രവാസികൾക്ക് ക്ഷേമനിധിയും പെൻഷനും പ്രഖ്യാപിക്കുന്ന ഏറ്റവും സന്തോഷകരമായ അനുഭവമാണ് 2009 ഗവൺമെന്റ് വി.എസ്. അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ഗവൺമെന്റ് പി.കെ. ഗുരുദാസ് ആയുള്ള തൊഴിൽ മന്ത്രി കേരളത്തിന്റെ നിയമസഭയിൽ പ്രഖ്യാപിച്ചു. അത് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷകളാണ് ഉണ്ടാക്കിയത്. കേരളത്തിലെ പൊതുസമൂഹത്തിന് പ്രവാസികൾ എന്നുള്ള നിലയിൽ പ്രവാസി സംഘം നൽകുന്ന പിന്തുണ എന്താണ്? പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം പ്രവാസികൾ വലിയ പിന്തുണയാണ്. കേരളത്തിന്റെ വികസന ഇതിലെല്ലാം പരിശോധിച്ചാൽ കേരളത്തിന്റെ വളർച്ചയിൽ വലിയ പങ്ക് വഹിക്കുന്ന ഒരു വിഭാഗമാണ് പ്രവാസി. കേരളം വ്യത്യസ്തമാകുന്നതിൽ പുരോഗമന പ്രസ്ഥാനങ്ങളും അതുപോലെ നവോത്ഥാന പ്രസ്ഥാനങ്ങളും ഒക്കെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് 1957 EMSന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് കേരളത്തിന്റെ ഇന്ന് കാണുന്ന എല്ലാ ഇന്ത്യയും തുടക്കം കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ അതിന്റെ മുന്നേറ്റത്തിന് നേതൃത്വം നൽകിയിട്ടുള്ള ഗവൺമെന്റാണ് 1957 ഗവൺമെന്റ്. ആ ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് ആ ഗവൺമെന്റ് നടത്തിയ നിരവധിയായ മാറ്റങ്ങളുടെ ഭാഗമായി തന്നെ അത് ഏറ്റെടുത്തുകൊണ്ട് കേരളത്തിന്റെ പുതിയൊരു കേരളം സൃഷ്ടിക്കുന്നതിൽ കേരളത്തിന്റെ വളർച്ചയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിൽ പ്രവാസികൾ വലിയ പങ്കാണ് വഹിച്ചത്. കോടിക്കണക്കിന് രൂപയാണ് കേരളത്തിലേക്ക് ഏതാണ്ട് 2,33,000 കോടി രൂപയിലേക്കാണ് ഇന്ന് വിദേശ നാണ്യം കേരളത്തിന്റെ ഭാഗമായി ഈ രാജ്യത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കേരളീയ സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള മാറ്റങ്ങൾ വളരെ വലുതാണ്. ഒട്ടേറെ മാറ്റങ്ങൾ കേരളീയ സമൂഹത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അത് പ്രവാസികൾ
എന്നുള്ള നിലയിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള മാറ്റം അതിനെ ഒന്നുകൂടി അരക്കിട്ടുറപ്പിക്കുവാനും അതുവരെ പ്രവാസികളുടെ വരുമാനത്തിന് ക്രിയാത്മകമായിട്ട് വഴിതിരിച്ചു വിടുന്നതിനോ പ്രത്യുത്പാദനപരമാക്കി മാറ്റാനോ സാധിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ കേരള പ്രവാസി സംഘം എന്ന സംഘടനയുടെ പിറവിയോട് കൂടിയിട്ട് കുറച്ചുകൂടി പ്രവാസികളുടെ വരുമാനത്തെ ക്രിയാത്മകമായി ഉപയോഗിക്കാനുള്ള നിർദ്ദേശങ്ങളും അതുപോലെയുള്ള നിയമപരമായിട്ടുള്ള ഇടപെടലുകളും ഒക്കെ ഈ സംഘത്തിന് സംഘടിപ്പിക്കാൻ കഴിഞ്ഞതിന്റെ ഭാഗമായിട്ട് ഒട്ടേറെ മാറ്റങ്ങളാണ് കേരളീയ സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. അത് എല്ലാ മേഖലയിലും നിന്ന് പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റുന്ന ഒരു അവസ്ഥയിലാണുള്ളത്. നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് വിദേശത്ത് ജോലി ചെയ്യുമ്പോൾ അവർക്ക് അവിടെ ശമ്പളം കിട്ടാതിരിക്കുക, അതുപോലുള്ള നിരവധി പ്രശ്നങ്ങൾ പ്രവാസ മേഖലയിൽ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ പ്രവാസി സംഘം എന്നുള്ള നിലയിൽ സംഘടനകൾ ആ നിലയിൽ അവരെ സഹായിക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ടോ എന്നുള്ളൊരു വലിയ ചർച്ച നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും പ്രവാസി സംഘം എന്ന സംഘടന രൂപം കൊണ്ടതിന് ശേഷം വിദേശ രാജ്യങ്ങളിലുള്ള നിരവധിയായിട്ടുള്ള പ്രവാസി സംഘടനകളുമായി കൈകോർത്തുകൊണ്ട് പ്രവാസി മലയാളികൾ അനുഭവിക്കുന്ന ദുരിതങ്ങളിലേക്ക് കടന്നു ചെല്ലാനും അവരെ സഹായിക്കാനും അവർക്ക് ആപത്ത് വരുമ്പോൾ അവരെ ചേർത്ത് പിടിക്കാനും അവരെ നാട്ടിലെത്തിക്കാനും നിരവധി ഇടപെടലുകൾ, പ്രത്യേകിച്ച് കേരളത്തിലെ ഗവൺമെൻറ്. അതിൻ്റെ ഏറ്റവും ഉദാഹരണമല്ലേ കോവിഡ് കാലഘട്ടം. കോവിഡ് കാലഘട്ടത്തിൽ പ്രവാസികൾ അനുഭവിച്ച ഒരു വല്ലാത്ത ദുരന്തമല്ലേ. ആ കാലത്ത് കേരളത്തിലെ ഗവൺമെൻറ് എടുത്ത നിലപാടുകൾ, ലോക കേരള സഭ അതെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മറ്റു സംസ്ഥാനത്തുള്ളവർ മലയാളിയെ കണ്ടുകൊണ്ട് പലപ്പോഴും അഭിമാനം കൊള്ളുന്നതാണ്. കാരണം മലയാളിയായി പറഞ്ഞില്ലല്ലോ എന്ന്. കാരണം തമിഴ്നാട്ടുകാരനും കർണാടകക്കാരനും ഒക്കെ പഞ്ചാബുകാരനൊന്നും ഇല്ലാത്ത സൗകര്യമായിരുന്നു ആ കാലഘട്ടങ്ങളിൽ നമുക്ക് ഒരുക്കാൻ വേണ്ടി കഴിഞ്ഞത്. അത് പ്രവാസി സംഘവും ലോക കേരള സഭ അംഗങ്ങളും അവിടെയുള്ള സംഘടനകളും ഒക്കെ കൈകോർത്ത് പിടിച്ചുകൊണ്ട് തന്നെയാണ് ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്. ഒരുപാട് പ്രവാസികളെ നാട്ടിലെത്തിക്കാനും സഹായിക്കാനും ഒക്കെ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പോഴും ആ പ്രവർത്തനം പ്രവാസി സംഘം തുടരുകയാണ്. ഒരാൾ മരണപ്പെട്ടാൽ, ഒരാൾക്ക് ആപത്ത് വന്നാൽ ഇതെല്ലാം അവിടുത്തെ സംഘടനകൾ ഉപയോഗിക്കുന്നു. കേരളത്തിലെ ഗവൺമെന്റിന്റെ നോർക്ക ഡിപ്പാർട്ട്മെന്റിന്റെ സഹായം ഉപയോഗിക്കുന്നു. പക്ഷെ അവിടെ എല്ലാം തടസ്സം കേന്ദ്ര ഗവൺമെന്റിന്റെ നയങ്ങളാണ്. കേന്ദ്ര ഗവൺമെന്റാണ് പ്രവാസികളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത്. പക്ഷെ ആ ഗവൺമെന്റ് നേരത്തെ ഉണ്ടായിരുന്ന വിദേശകാര്യ വകുപ്പ് പോലും ഇല്ലാതാക്കിക്കൊണ്ട് പ്രവാസികാര്യ വകുപ്പിനെ ഇല്ലാതാക്കി വിദേശകാര്യ വകുപ്പിനോട് ലയിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെയൊക്കെ പ്രയാസം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. പിന്നെ രാജ്യാന്തരങ്ങൾ തമ്മിലുള്ള കരാറുകൾ ഏർപ്പെടുന്നതിൽ പരസ്പരം ഇത്തരം നിരപരാധികളായിട്ടുള്ള ആളുകൾ ജയിലറകളുടെ അകത്തപ്പെടുമ്പോൾ, അല്ലെങ്കിൽ വാഹനം ഓടിച്ചു പോകുമ്പോൾ ഒരാൾ വാഹനം തട്ടി മരിക്കുമ്പോൾ അതിനൊക്കെ കോടിക്കണക്കിന് രൂപയുടെ ബ്ലഡ് മണി നിശ്ചയിച്ച് വിധിച്ച് ജയിലിൽ കിടക്കേണ്ട ഗതികേടൊക്കെ മലയാളിക്കുണ്ടാവും. അവരൊക്കെ നാട്ടിലെത്തിക്കാൻ ഇടപെടൽ നടത്തേണ്ട കേന്ദ്ര ഗവൺമെന്റ് ഒരു നിലക്കുമുള്ള സഹായം നൽകാതെ, ഇപ്പോൾ നമുക്കറിയാം ഏറ്റവും കേരളീയ സമൂഹം ചർച്ച ചെയ്യപ്പെടുന്നതാണ് നിമിഷപ്രിയയുടെ കാര്യത്തിൽ. ആ നിമിഷപ്രിയയുടെ കാര്യത്തിൽ പോലും കേന്ദ്ര ഗവൺമെന്റ് കൈമലർത്തുക ചെയ്തിട്ടുള്ളത്. മറ്റു രീതിയിലാണ് അതിൻ്റെ ഇടപെടൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇത് എല്ലാ നിലയിലും ഇതാണ് പ്രവാസി സംഘം തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. കേരളത്തിലെ വിദേശത്തും അകത്തും പുറത്തുമുള്ള പ്രവാസികളുടെ പരസ്പരം സഹായിക്കുക. അങ്ങനെ ഏറ്റവും വലിയ വേദിയാണ് കേരളത്തിലെ ഗവൺമെന്റ് തുറന്നു തന്ന ലോക കേരള സഭ. ആ ലോക കേരള സഭയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഈ സംവിധാനങ്ങൾ കൂടുതൽ കാര്യക്ഷമമായി മുന്നോട്ട് പോകുന്നത്. മറ്റൊന്ന്, പ്രവാസം സ്വീകരിക്കുന്ന മലയാളികളായിട്ടുള്ള ആളുകളാണ്. അപ്പൊ അവർക്ക് വിദേശത്തെത്തുമ്പോൾ തൊഴിൽ ചൂഷണത്തിനിരയാവുന്ന നിരവധി മലയാളികളുടെ കഥകൾ നമ്മൾ പത്രങ്ങൾ വഴി മാധ്യമങ്ങൾ വഴി കാണാനിടയാവുന്നു. അപ്പൊ അവരെ ഏത് നിലയിലാണ് ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവാസി സംഘം ഉൾപ്പെടെ ചേർന്നുകൊണ്ട് സഹായിക്കാൻ വേണ്ടി പറ്റുന്നത്? ഇത് ഗൗരവമായ വിഷയമാണ്. ഇത് ഇപ്പം ഏറ്റവും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് പ്രവാസി സംഘം. കാരണം കേരളത്തിൻ്റെ എന്ന് മാത്രമല്ല, ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് തൊഴിൽ തേടി മാത്രമല്ല, വിദ്യാഭ്യാസമായി നമ്മുടെ കുട്ടികൾ പോലും വിദേശ രാജ്യങ്ങളിലേക്ക് പോവുകയാണ്. വലിയ യൂണിവേഴ്സിറ്റികളിൽ, കാനഡയിലും ഓസ്ട്രേലിയയിലും ഒക്കെ ഗൾഫ് രാജ്യത്തും തൊഴിൽ തേടും. പക്ഷെ വലിയ തട്ടിപ്പിനും ചൂഷണങ്ങൾക്കുമാണ് ഇവരൊക്കെ ഇരയാവുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്ത് ഒരു പോർട്ടൽ തന്നെ ഉണ്ട് ഈ റിക്രൂട്ട്മെന്റ് ഏജൻസികളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള. പക്ഷേ ആ സംവിധാനം വേണ്ട രീതിയിൽ കാര്യപ്രാപ്തിയിൽ ഇടപെടാത്തതിൻ്റെ ഭാഗമായി വലിയ ചൂഷണങ്ങൾക്ക് ഇരയാകും. വലിയ ചൂഷണം എന്ന് പറഞ്ഞാൽ മനുഷ്യക്കടത്ത് എന്തിന് നമ്മുടെ പല രീതിയിലേക്കും സാഹസിക പ്രവാസം എന്നൊക്കെ അതിന് പേരിടുകയാണ്. 6 ലക്ഷം രൂപ സാലറി പറയുക. അതായത് സോഷ്യൽ മീഡിയക്കകത്തുള്ള ഫിഷിംഗ് വെബ്സൈറ്റുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ്. ഫിഷിംഗ് വെബ്സൈറ്റ് ചൂണ്ടിടുകയാണ്. ഒന്ന് നോക്കിപ്പോയാൽ കോള് വീട്ടിലേക്ക് വരികയാണ്.
നിങ്ങളെ കുട്ടി യൂണിവേഴ്സിറ്റി എന്ന് ആലോചിക്കുന്നു, ഞങ്ങൾ എളുപ്പത്തിൽ ചെയ്തു തരാം, നിങ്ങളെ തൊഴിൽ ഇന്ന ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ അങ്ങ് ആ രീതിയിലേക്ക് ഈ ഫിഷിംഗ് വെബ്സൈറ്റുകളും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഡിജിറ്റൽ തട്ടിപ്പ് പുതിയ 1970-കളിലൊക്കെ ബോംബെയിലൊക്കെ ഉണ്ടായിരുന്ന തട്ടിപ്പിന്റെ പുതിയ രൂപമായിട്ട് ഡിജിറ്റൽ തട്ടിപ്പ് വരികയാണ്. ഇതിൽ കൊടുക്കുന്ന 18 ലക്ഷം 12 ലക്ഷം രൂപയൊക്കെ ഈ വിസക്ക് കൊടുത്തുകൊണ്ട് 6 ലക്ഷം രൂപയുള്ള ശമ്പളം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ പോവുക. എന്തിനേറെ റഷ്യയിലെ പട്ടാളക്കാർക്ക് ഉക്രൈനിലെ യുദ്ധത്തിൽ അവർക്ക് ഭക്ഷണം കൊടുക്കാനെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടുന്ന് കൊണ്ടുപോവുകയാണ് ആളുകൾ. എന്നിട്ട് യുദ്ധത്തിൽ പോലും അവരെ നിർത്തുന്നു എന്നതാണ് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് വരുന്നത്. ഇത് കേന്ദ്ര ഗവൺമെന്റാണ് ഇതിന്റെ വലിയ ഉത്തരവാദിത്വം വഹിക്കേണ്ടത്. ഇത്തരം റിക്രൂട്ട്മെന്റ് ഏജൻസികളെ നിയന്ത്രിക്കാനും ഇതൊക്കെയുള്ള നിയമം കേന്ദ്ര ഗവൺമെന്റാണ് എടുക്കുന്നത്. കേരളത്തിലെ ഗവൺമെന്റ് ഈ കാര്യത്തിൽ വലിയ രീതിയിൽ ജാഗ്രത ഉണ്ട്. ഏതാണ്ട് 576 കേസുകളാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലെ ഗവൺമെന്റിന്റെ ഇടപെടലിന്റെ ഭാഗമായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. വ്യാപകമായി ഇത്തരം നമ്മുടെ കുട്ടികളെ പോലും ഈ കുട്ടികളെ ഇവിടുന്ന് പഠനത്തിനെന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ട് പല രീതിയിൽ ചൂഷണത്തിന് വിധേയമാക്കാൻ ഇപ്പോൾ പഠനം എന്നൊരു പേര് ഇത് വഹിച്ചുകൊണ്ട് അവരെ മറ്റു പല രീതികൾക്ക് ഉപയോഗപ്പെടുത്തുക, അതുപോലെയുള്ള തൊഴിൽ മേഖലയിൽ ഉപയോഗപ്പെടുത്തുന്ന അവസ്ഥ ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഇത് പ്രവാസി സംഘം വലിയ വിഷയമായിട്ട് ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിലൊക്കെ ഈ വിഷയങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അതിന് ഏറ്റവും മുൻകൈ എടുത്തത് കൈരളിയിലെ പ്രവാസ ലോകമാണ്. കൈരളിയിലെ പ്രവാസ ലോകം പ്രവാസി സംഘത്തിന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റ് PT കുഞ്ഞുമുഹമ്മദും അതുപോലെ തന്നെ അതിന്റെ സംവിധായകൻ റഫീഖ് റാവുത്തറുടെ ഒക്കെ നേതൃത്വത്തിൽ വലിയ ബോധവൽക്കരണ ക്ലാസുകളും പരിപാടികളും ഒക്കെ ഇപ്പോൾ കൈരളി TVയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ശ്ലാഘനീയമായ പ്രവർത്തനം കൂടിയാണ്. കേരളത്തിലെ എല്ലാ എയർപോർട്ടുകളിലും പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിൽ പുതിയ എയർപോർട്ട് വന്നപ്പോൾ ജില്ലയിലെ പ്രവാസികൾ ആകെ ആഗ്രഹിച്ചത് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ആളുകൾക്ക് യാത്ര ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതായിരുന്നു. ഇപ്പം മറിച്ചാണ് സംഭവിച്ചത്. കണ്ണൂർ എയർപോർട്ടിന് പോയിന്റ് ഓഫ് കോൾ അനുവദിച്ചില്ല എന്നതിന്റെ ഭാഗമായിട്ട് ഫ്ലൈറ്റുകൾ വേണ്ടത്ര ലഭിക്കുന്നില്ല. ചാർജ് ആണെങ്കിൽ കുത്തനെ വർദ്ധിയ ചാർജാണ് എല്ലാവരും ഈടാക്കുന്നത്. അതുപോലെ തന്നെ ഉത്സവ വേളകളിൽ ഏറ്റവും ഉയർന്ന നിരക്ക് നൽകിക്കൊണ്ടാണ് മലയാളികളായിട്ടുള്ള പ്രവാസികൾ കേരളത്തിലേക്ക് വരേണ്ടി വരുന്നത്. ഇതിനെതിരായിട്ടുള്ള പ്രക്ഷോഭ പ്രവർത്തനങ്ങൾ സംഘടന എന്നുള്ള രീതിയിൽ ഏറ്റെടുത്ത് നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും പ്രവാസി സംഘം നിരന്തരമായി ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ കാണേണ്ടത് നമ്മുടെ രാജ്യത്തിന് ഒരു വിമാന കമ്പനി പോലും ഇല്ലാത്ത രാജ്യമായി മാറും. എയർ ഇന്ത്യ എന്ന് പറയുന്ന വിമാന കമ്പനിയെ ചുടുവിലക്ക് ടാറ്റയ്ക്ക് മറച്ചു കൊടുത്തപ്പോൾ തോമസ് ഐസക്കിനെ പോലെ കേരളത്തിലെ പ്രവാസി പ്രസ്ഥാനങ്ങളൊക്കെ അന്ന് വലിയ രീതിയിൽ പ്രതിഷേധവുമായി രംഗത്ത് വന്നതാണ്. ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് ചെറിയ നിരക്ക് ടാറ്റയ്ക്ക് മറച്ചു കൊടുത്തപ്പോൾ ഇവിടുത്തെ മാധ്യമങ്ങൾ അതിനെ ആഘോഷിച്ചുകൊണ്ട് പറഞ്ഞത് അത് ജന്മം നൽകിയവരുടെ കയ്യിലേക്ക് തിരിച്ചെത്തിയെന്ന് ചുരുക്കി കാണാനാണ് മാധ്യമങ്ങൾ അന്ന് തയ്യാറായത്. അന്ന് പ്രവാസി സംഘവും ഒക്കെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇത് അപകടകരമായ അവസ്ഥയിലേക്ക് രാജ്യത്തിൻ്റെ ടിക്കറ്റ് യാത്രക്കാർക്ക് വലിയ രീതിയിലേക്കുള്ള ടിക്കറ്റ് ചാർജ് വർധന ഉണ്ടാകും, ഇത് വലിയ ചൂഷണത്തിന് സാധ്യത ഉണ്ട് എന്ന് മുന്നറിയിപ്പ് നൽകിയതാണ്. പക്ഷേ അക്ഷരം പ്രതി എയർ ഇന്ത്യ ഈ രാജ്യത്തിൻ്റെ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് സ്വകാര്യ കുത്തകന്റെ കയ്യിലേക്ക് പോയപ്പോൾ ഇവിടുത്തെ വിമാന കമ്പനികൾ ആഘോഷിച്ചു എന്ന് മാത്രമല്ല അവസരം കിട്ടുമ്പോൾ പ്രവാസികളെ കൊള്ളയടിക്കുന്ന വിധത്തിലേക്ക് മാറുകയാണ്. ലക്ഷക്കണക്കിന് യാത്രക്കാരാണ് ഇതിന്റെ ഭാഗമായിട്ട് ഉള്ളത്. കണ്ണൂർ എയർപോർട്ടിനോടും കോഴിക്കോട് എയർപോർട്ടിനോടും മാത്രമല്ല അവഗണനയാണ് ഓരോ എല്ലാ എയർപോർട്ടുകളിലും അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ രീതിയിലേക്കുള്ള അവഗണന, വലിയ വിമാനങ്ങൾ ഇറങ്ങാൻ അനുവാദം നൽകാതിരിക്കൽ, അങ്ങനെ ഒരു കൂട്ടം കുത്തകകൾക്ക് ചൂഷണം ചെയ്യാനുള്ള ഉപാധികൾ സൃഷ്ടിക്കുകയാണ്. ആ ഉപാധികൾ സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായിട്ട് പല നിയന്ത്രണങ്ങളും എയർപോർട്ടുകളിൽ കൊണ്ടുവരികയാണ്. ആ നിയന്ത്രണങ്ങളുടെ ഭാഗമായിട്ട് വലിയ രീതിയിലേക്കുള്ള ടിക്കറ്റ് 60,000 12,000 രൂപ ഉണ്ടായിരുന്ന ടിക്കറ്റാണ് ഒറ്റയടിക്ക് 60,000. അതായത് ഉത്സവ സീസൺ നോക്കി കൊള്ളയടിക്കാനുള്ള അവസരം കൊടുക്കുകയാണ്. ഇതിനൊക്കെ എതിരായിക്കൊണ്ട് പാർലമെന്റിനകത്തൊന്നും വേണ്ട രീതിയിൽ ചർച്ച നടക്കുന്നില്ല എന്നതാണ് നമ്മളൊക്കെ സംബന്ധിച്ചിടത്തോളം. പാർലമെന്റിനകത്ത് ഇവിടുത്തെ ഏറ്റവും കൂടുതൽ MP-മാരുള്ള രാഷ്ട്രീയ പാർട്ടി പോലും മൗനം നടിക്കുകയാണ്. ഇതെല്ലാം ചർച്ച ചെയ്യപ്പെടേണ്ട വേദിയാണ് പാർലമെന്റ്. ഇന്ത്യയിൽ നിന്ന് ഏതാണ്ട് 11,33,000 കോടി രൂപയാണ് ഒരു വർഷം വിദേശ നാണ്യമായിട്ട് ഈ രാജ്യത്തേക്ക് ഒഴുകി വരുന്നത്. ഈ രാജ്യത്ത് നിന്ന് ഏതാണ്ട് 3.5 കോടി പ്രവാസികൾ ഈ രാജ്യത്തുണ്ട്. ആ 3.5 കോടി പ്രവാസികളുടെ താല്പര്യം സംരക്ഷിക്കുന്ന വിധത്തിലേക്ക് ഇന്ത്യയുടെ പാർലമെന്റിനകത്തോ പുറത്തോ ഒരു ചർച്ചയും നടക്കാത്തതിന്റെ പരിണിത ഫലങ്ങളാണ് വിമാന കമ്പനികളുടെ ചൂഷണം മുതൽക്ക് റിക്രൂട്ട്മെന്റ് ഏജൻസികളുടെ ചൂഷണം, ഇങ്ങനെ നിരവധി മേഖലക്കകത്ത്
അന്നം തേടി പോകുന്ന, തൊഴിൽ തേടി പോകുന്ന മലയാളി ആയാലും പ്രവാസിയായാലും ഇന്ത്യക്കാരനായാലും ഒക്കെ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് കാരണമെന്നത് ഒരു വസ്തുതയാണ്. കേരളത്തിലെ പ്രവാസികൾക്ക് വേണ്ടി ഗവൺമെന്റ് തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ക്ഷേമനിധി അതുപോലെ തന്നെ നോർക്ക എന്ന് പറയുന്ന ഒരു വകുപ്പ് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അത് സംബന്ധിച്ചൊരു ലഘു വിവരണം പ്രവാസികൾക്ക് നൽകാൻ വേണ്ടി എന്താണ് വേണ്ടത്? കേരളത്തിലെ നോർക്ക വകുപ്പ് എന്ന് പറഞ്ഞാൽ ലോകത്തിന് മാതൃകയാണ്, ഇന്ത്യക്ക് മാതൃകയാണ്. ആ നോർക്ക വകുപ്പിന് കീഴിൽ പ്രവാസികളെ സഹായിക്കാൻ നിരവധി പദ്ധതികളാണ്. എത്രത്തോളം നമ്മുടെ പ്രവാസികളിൽ അത് എത്തി എന്നതാണ് നമ്മൾ അതിലേറ്റവും പ്രധാനപ്പെട്ടത്. പ്രവാസികൾക്ക് ക്ഷേമനിധിയും പെൻഷൻ മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത വിധത്തിലേക്ക് മാതൃകാപരമായിട്ടുള്ള ഒരു പദ്ധതിയാണ് കേരളത്തിലെ ഗവൺമെന്റ് പ്രഖ്യാപിച്ചത്. ജീവിതത്തിന്റെ സായാഹ്നത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന പ്രവാസി അവനെ കൈപിടിക്കുക, അവനെ ചേർത്ത് പിടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഇന്ന് ഏതാണ്ട് 3500 രൂപ മുതൽ 6999 രൂപ വരെ പെൻഷൻ കിട്ടുന്ന ഒരു സ്കീമായിക്കൊണ്ട് പ്രവാസി ക്ഷേമനിധിയും അതിൻ്റെ ഒരുപാട് പെൻഷൻ മാത്രമല്ല, അത് കുടുംബ പെൻഷനാണ്. അതായത് ഒരു ആള് അതിന് ചേർന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കാലശേഷം അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് പെൻഷൻ കിട്ടുന്നു, വിദ്യാഭ്യാസ സഹായങ്ങൾ കിട്ടുന്നു, ചികിത്സാ സഹായങ്ങൾ കിട്ടുന്നു. ഇങ്ങനെ എന്തിനേറെ ഗർഭിണിയായാൽ പ്രസവാനുകൂല്യം വരെ കൊടുക്കുന്ന ഒരു ക്ഷേമനിധിയാണ് ഈ പ്രവാസി ക്ഷേമനിധി. ആ ക്ഷേമനിധിക്കകത്ത് ചേരുക എന്ന് പറഞ്ഞാൽ ഒരു സാമൂഹിക ധർമ്മം കൂടിയാണ്. അതായത് ആയിരക്കണക്കിന് ലക്ഷം, ഇപ്പൊ ഏതാണ്ട് 75,000-ഓളം ആളുകൾ പ്രവാസിയുടെ പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് ഈ സമൂഹത്തിന് വേണ്ടിയിട്ട് ഒട്ടേറെ സംഭാവനകൾ ചെയ്ത് നാട്ടിൽ തിരിച്ചെത്തി അവന്റെ ജീവിതത്തിന്റെ നല്ലൊരു ഭാഗവും പ്രവാസ ലോകത്ത് ചെലവഴിച്ച് ജീവിതത്തിന്റെ സായാഹ്നത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന പ്രവാസികളുണ്ട്. അവന് ഏറ്റവും വലിയ കൈത്താങ്ങാണ് ഈ പെൻഷൻ. ആ സ്കീമിനെ വ്യാപകമായി പ്രചരിപ്പിക്കേണ്ടതുണ്ട്, വ്യാപകമായ ആളുകൾ അതിൽ ചേർക്കേണ്ടതുണ്ട്. ആ രീതിയിലേക്ക് അത് വളർന്നു വരികയാണ്. അതുപോലെ തന്നെ വിവിധ വകുപ്പുകൾ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് NDPR എന്ന് പറഞ്ഞിട്ടൊരു പദ്ധതി കേരളത്തിലെ ഗവൺമെന്റ് നടപ്പിലാക്കുക. ബാങ്കുകളുമായി സഹകരിച്ചുകൊണ്ടാണ് എന്ത് സ്റ്റാർട്ടപ്പുകളും ചെറിയ സംരംഭങ്ങളും തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള സഹായമാണ് ഇതിന്റെ ഭാഗമായി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 20 ലക്ഷം മുതൽ 1 കോടി രൂപ വരെ വിവിധ ഗ്രൂപ്പുകളായിക്കൊണ്ട് അതിന് സഹായം നൽകുന്നു. അതുപോലെ തന്നെ വനിതാ സെല്ല്, വനിതകളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ പ്രത്യേക സംവിധാനങ്ങൾ, NRI കമ്മീഷൻ, അങ്ങനെ നിരവധിയായ എണ്ണിപ്പറയാൻ സാന്ത്വനം പദ്ധതി. ഇപ്പോൾ മരണപ്പെട്ടാൽ 1 ലക്ഷം രൂപ ധനസഹായം കിട്ടുന്ന, ചികിത്സാ സഹായങ്ങൾ കിട്ടുന്നു, വിവാഹ ധനസഹായങ്ങൾ കിട്ടുന്നു. ഇങ്ങനെയുള്ള സാന്ത്വനം പദ്ധതികൾ കോടിക്കണക്കിന് രൂപയാണ്. നേരത്തെയൊക്കെയുള്ള ഗവൺമെന്റുകൾ 10-20 കോടി കൊടുത്തുകൊണ്ട് അതുപോലും വാങ്ങാൻ ആളില്ലാത്ത, അപേക്ഷകരില്ലാത്ത ഒരു കാലത്ത് നിന്ന് 200-225 കോടി രൂപ കൊടുത്തുകൊണ്ട് നിരവധി ആളുകൾക്ക് ഈ സാന്ത്വനം എത്തിക്കുന്ന വലിയ രീതിയിലേക്കുള്ള ഇടപെടലാണ് കേരളത്തിൽ. ഞങ്ങളൊക്കെ അനുഭവത്തിൽ കേരളത്തിലെ ഗവൺമെന്റ് പ്രവാസികളെ ചേർത്ത് പിടിക്കുന്നത് പോലെ മറ്റൊരു സംസ്ഥാനത്തും കാണിച്ചു തരാൻ വേണ്ടി കഴിയില്ല. അത് കോവിഡ് ആകുമ്പോൾ നമ്മൾ കണ്ടതാണ്. ഇപ്പൊ ലോക കേരള സഭ ഏറ്റവും വലിയ ഒരു സംവിധാനമാണ് കേരളത്തിലെ ഗവൺമെന്റ് ഉണ്ടാക്കി. ഇപ്പൊ ഏറ്റവും ഇതിനെ എതിർക്കപ്പെട്ടവർ പോലും, ഏറ്റവും കൂടുതൽ എതിർത്തവർ പോലും ആ പല സംസ്ഥാനങ്ങളിൽ നിന്നും ലോക കേരള സഭയെ കുറിച്ച് പഠനം നടത്താൻ വേണ്ടിയിട്ട് അവരെ ഗവൺമെന്റിന്റെ പ്രതിനിധികളെ കേരളത്തിലേക്ക് അയക്കുന്ന അവസ്ഥയാണുള്ളത്. അപ്പോൾ കേരളം ഒരു മാതൃകാതുരുത്തായിട്ട് നിലനിൽക്കുകയാണ്. ഒരു ബദൽ നയങ്ങളും ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന ജനക്ഷേമകരമായ പദ്ധതികളുമായി മുമ്പോട്ട് പോകുന്ന ഈ ഗവൺമെന്റ് പ്രവാസികളെയും ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ടാണ് കേരളത്തിലെ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. അതിന്റെ ഭാഗമാണ് നോർക്കയുടെയും പ്രവാസി ക്ഷേമനിധിയുടെയും ഒക്കെ പ്രവർത്തനങ്ങൾ പോകുന്നത്. അത്തരം പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുക, അതെല്ലാം ആ നേട്ടങ്ങളുടെ ഒരു ചാലക ശക്തിയായി പ്രവർത്തിച്ച ഘടകം കേരളത്തിലെ പ്രവാസി പ്രസ്ഥാനം, കേരള പ്രവാസി സംഘമാണ്. ഈ സംഘടനയുടെ രൂപീകരണത്തോട് കൂടിയിട്ടാണ് പ്രവാസികളെ തൊട്ടറിയുന്ന ഒട്ടേറെ കാര്യങ്ങളിലേക്ക് കേരളത്തിലെ ഗവൺമെന്റ് എത്തിയിട്ടുള്ളത്. നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ ഔപചാരികമായ ഉദ്ഘാടന പരിപാടിയാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. ഈ പരിപാടിയുമായി സഹായിച്ചില്ല. കഴിഞ്ഞ 23 വർഷക്കാലം നമ്മുടെ സംഘടന രൂപീകരിച്ച് ആ രൂപീകരണം മുതൽ ഇങ്ങോട്ടേക്ക് അതിന്റെ പ്രവർത്തനത്തിൽ നേതൃത്വപരമായ പങ്ക് വഹിക്കുകയാണ്. ഇപ്പോഴാണെങ്കിൽ അതിന്റെ ജനറൽ സെക്രട്ടറി എന്നുള്ള പദവി കൂടി അലങ്കരിക്കുന്ന ഈ സമയത്ത് സംഘടനയെ കുറെ കൂടി നല്ല നിലയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ഇതുപോലുള്ള പ്രക്ഷോഭ പ്രവർത്തനങ്ങൾ വിജയിപ്പിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്.